കുറച്ചു നേരം അബോധാവസ്ഥയിൽ കിടന്ന ഒരു വ്യക്തി നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരികയാണ്. എന്താണ് ആ വ്യക്തിയുടെ ECGയിൽ നോക്കേണ്ടതെന്ന് പറഞ്ഞു തരട്ടെ. അതിനൊരു വളരെ ഈസി ആയിട്ടൊരു നിമോണിക് ഉണ്ട്, ABCDE. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഡയഗ്നോസ് ചെയ്യാനും മരണത്തിൽ നിന്ന് സേവ് ചെയ്യാനും പറ്റും. A എന്ന് പറഞ്ഞാൽ എന്താണ്? എട്രിയോ വെൻട്രിക്കുലാർ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കണം. അതായത് ടൈപ്പ് 1 ബ്ലോക്ക് ഉണ്ടോ, ടൈപ്പ് 2 ബ്ലോക്ക് ഉണ്ടോ, ടൈപ്പ് 3 ബ്ലോക്ക് ഉണ്ടോ എന്ന് വളരെ വ്യക്തമായിട്ട് ECG നോക്കുക. B എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബ്രുഗാഡ സിൻഡ്രോം തരത്തിലുള്ള എന്തെങ്കിലും ECGയിൽ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക, കണ്ടുപിടിക്കുക. അത് നമുക്ക് ആ രോഗിയെ രക്ഷിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. C എന്ന് പറയുമ്പോൾ QTC പ്രൊലോങ്ങേഷൻ. QT എന്നുള്ള സാധനം പ്രൊലോങ് ആയിട്ടുണ്ടോ നോക്കുക. QTC എന്ന് പറയുമ്പോൾ കറക്റ്റഡ് QT തന്നെ ചെക്ക് ചെയ്യണം. അപ്പോഴേ നമുക്ക് ചില മരുന്നുകൾ ഒഴിവാക്കിയാൽ ഈ രോഗിയെ ജീവനിലേക്ക് തിരിച്ചെത്തിക്കാനായിട്ട് പറ്റും. D ഫോർ ഡെൽറ്റ വേവ്. ഡെൽറ്റ വേവ് കാണുന്നത് എവിടെയാണ്? WPW സിൻഡ്രോം, വൂഡ് പാർക്കിൻസോണിസം വൈറ്റ് സിൻഡ്രോം എന്നുള്ള ഒരു അസസറി കണ്ടക്റ്റിംഗ് പാത്തേ ഉള്ള ഒരു അസുഖമാണ്. അത് നേരത്തെ കണ്ടെത്തിയാൽ പല ജീവനുകളെയും രക്ഷിക്കാനായിട്ട് പറ്റും. E എന്ന് പറഞ്ഞാൽ എപ്സിലോൺ വേവ്. എപ്സിലോൺ വേവ് എവിടെയാണ് കാണുന്നത്? അരിത്മോജനിക് റൈറ്റ് വെൻട്രിക്കുലാർ ഡിസ്പ്ലേസിയ. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കാണുവാണെങ്കിൽ അതും സിങ്കോപ്പി ഉണ്ടാക്കുന്ന ഒരു കാരണമാണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി ചേഞ്ചസ്, അതായത് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയുടെ ചേഞ്ചസ് ECGയിൽ ഉണ്ടോ എന്നും കൂടെ നോക്കണം. അത് കാരണവും നമ്മൾ അബോധാവസ്ഥയിലോട്ട് ചില രോഗികൾ പോകാറുണ്ട്. രണ്ടാമതായിട്ട് റൈറ്റ് നോക്കുക. റൈറ്റിൽ എന്താണ് നോക്കേണ്ടത്? റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി വിത്ത് സ്ട്രെയിൻ പാറ്റേൺ ഉണ്ടോ, ഈ പൾമണറി എംബോളിസത്തിലൊക്കെ കാണുന്ന പോലുള്ള ചേഞ്ച് ഉണ്ടോ എന്നും കൂടെ നോക്കണം. അപ്പൊ ABCDE ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എല്ലാ സിങ്കോപ്പി പേഷ്യന്റിനും ചെക്ക് ചെയ്യുക ECGയിൽ. ഇത് ഓരോന്നും എങ്ങനെ ECG കണ്ടുപിടിക്കാമെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പല ജീവനുകളും നമുക്ക് രക്ഷിക്കാൻ പറ്റും. ധാരാളം ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.